ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അത്യുത്തമമായതൊന്നേയുള്ളൂ എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. പ്രാർത്ഥനയോടെ ദൈവവചന കേൾവിയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. കുടപ്പിറപ്പുകളെ, കർത്താവിൻ്റെ അപ്പോസ്തലന്മാരിൽ വളരെ പ്രമുഖനും ദൈവസഭയ്ക്ക് ഉപദേശങ്ങൾ കൊടുത്ത് ദൈവസഭയെ ശക്തമായി ശുശ്രൂഷിക്കുകയും സഭാ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ചവനുമായ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ആത്മീയ ശുശ്രൂഷാ ജീവിതം ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ആരംഭം കുറിച്ചു. തൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം കർത്താവായ ക്രിസ്തുയേശുവിൻ്റെ സന്ദർശനത്താലും ചോദ്യത്താലും ആയിരുന്നു ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ പൗലോസിന്റെ ജീവിതാരംഭം ക്രിസ്തുയേശുവാണ്. ജീവിതം ക്രിസ്തുയേശുവിലാണ്. അതുകൊണ്ട് തന്നെ താൻ പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ദമസ്കോസ് പടിവാതിൽ ആരംഭിച്ച ക്രിസ്തീയ ശുശ്രൂഷാ ജീവിതം ഇപ്പോൾ എത്തി നിൽക്കുന്നത് റോമൻ കാരാഗ്രഹത്തിലാണ്. ക്രിസ്തുയേശുവിന്റെ സാന്നിധ്യം താൻ അനുഭവിക്കാത്ത ഒരു ദിവസം പോലും തന്റെ ജീവിതത്തിലില്ല. കർത്താവിന്റെ കൃപ തന്നോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് തൻ്റെ ജീവിതാനുഭവം രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് തൻ്റെ സാക്ഷ്യത്തിൽ കൂടി നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തൻ്റെ ശക്തി സ്രോതസ് കർത്താവായ ക്രിസ്തുവായിരുന്നു. തൻ്റെ പ്രചോദനം ക്രിസ്തുയേശുവായിരുന്നു. തൻ്റെ അതിമഹത്തായ പ്രതിഫലം ക്രിസ്തുവായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന വേദഭാഗങ്ങൾ ഇവിടെ താൻ തൻ്റെ ശക്തവും വ്യക്തവുമായ ഒരു ആഗ്രഹം പ്രസ്താവിക്കുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട് എന്നുള്ളതാണ് ആഗ്രഹം. പ്രിയരെ, തൻ്റെ സമർപ്പണം കൊണ്ടും ജീവിതം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും സംസാരം കൊണ്ടും ചിന്ത കൊണ്ടും ആഗ്രഹം കൊണ്ടും ഒക്കെ എപ്പോഴും താൻ ക്രിസ്തുവിനോടൊപ്പം ഇരിക്കുകയാണ്. കൂടെ ഇരിക്കുക എന്നത് ദൈവവചനം നൽകുന്ന ശക്തമായ ഒരു ആഹ്വാനമാണ്. അത് ശക്തമായി അനുസരിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവനാണ് താൻ. എന്നാൽ താൻ ജഡത്തിൽ വസിച്ചുകൊണ്ടാണ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നത്. അതൊരു ആത്മീകമായ ഇരിപ്പാണ് എന്ന് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. എന്നാൽ താൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് എനിക്ക് അക്ഷരികമായി തന്നെ എപ്പോഴും എൻ്റെ കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ ഏറെ കാംക്ഷയുണ്ട് എന്നാണ്. അതിന് ഈ ശരീരം വിട്ടുപിരിയുവാനും ഞാൻ ഒരുക്കമാണ്. എത്ര തീവ്രമായ ഒരു ആഗ്രഹം! കർത്താവ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുക. ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ അല്ല, എപ്പോഴും എപ്പോഴും എന്നും എന്നെന്നും കൂടെ ഇരിക്കുക. അതാണ് പൗലോസ് അപ്പോസ്തലന്റെ അതിയായ ആഗ്രഹം. ആർക്കാണ് പ്രിയരെ കൂടെ ഇരിക്കുവാൻ കഴിയുക എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കണം. ആഗ്രഹിച്ചതുകൊണ്ട്, തീരുമാനിച്ചതുകൊണ്ട് ഇത് നടക്കുകയില്ല. അത് നടക്കണമെങ്കിൽ ഒരു ബന്ധം സ്ഥാപിക്കണം, ശക്തമായ ഒരു സ്നേഹബന്ധം. ആ സ്നേഹബന്ധം വ്യക്തമായി സ്ഥാപിച്ചവർക്ക് അത് സാധ്യമാകുകയുള്ളൂ, കൂടെയിരിപ്പ് സാധ്യമാകുകയുള്ളൂ. യഥാർത്ഥമായ കാംക്ഷ ഉണ്ടാകണമെങ്കിലും ബന്ധം സ്ഥാപിക്കുകയും ആ ബന്ധം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. പൗലോസ് പറയുന്നത്, ഇവിടെ ഞാൻ അവനോട് കൂടെ, അവിടെയും ഞാൻ അവനോട് കൂടെ. ഇവിടെ ഞാൻ ആത്മീയമായി, അവിടെ ഞാൻ അക്ഷരികമായി. കൂടെ ഇരിക്കുമ്പോൾ ലഭിക്കുന്നതാണ് സാന്നിധ്യവും സാമീപ്യവും എന്ന് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. പ്രിയരെ, സാന്നിധ്യവും സാമീപ്യവും അനുഭവിക്കുമ്പോൾ ഭയമോ നിരാശയോ ആകുലതയോ ഒന്നും വ്യാപരിക്കുകയില്ല. ഒറ്റ ചിന്ത മാത്രം, എങ്ങനെയൊക്കെ എൻ്റെ പ്രാണപ്രിയനെ എനിക്ക് സന്തോഷിപ്പിക്കുവാനാകും. ഇവിടെ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ട ഒരു ദൈവപൈതലിനെ തൻ്റെ ജീവിതത്തിൽ രണ്ട് നിലയിൽ കൂടെ ഇരിക്കാം, ആത്മീയമായും അക്ഷരികമായും. ഇപ്പോൾ നാം ആത്മീയമായി കൂടെ ഇരിക്കുന്നു. ഇവിടെ നാം വ്യക്തിപരമായി അനുഭവിക്കേണ്ട അനുഭവവും അവസ്ഥയുമാണത്. പ്രിയരെ, അതിന് കഴിയുന്നുണ്ടോ?
ആ കൂടെയിരിപ്പിൻ്റെ ആനന്ദം ആസ്വദിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് പരിശോധിച്ചറിയേണ്ടിയ സമയമാണിത്, കാലഘട്ടമാണിത്. പലർക്കും ആഗ്രഹമുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ അതിന് ശ്രമിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ ആത്മീയമായി കൂടെ ഇരിക്കുകയും ആ കൂട്ടായ്മയുടെ സന്തോഷം ആസ്വദിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നവർക്ക് വിട്ടുപിരിഞ്ഞ് കൂടെ ഇരിക്കുക എന്ന അക്ഷരിക ഇരിപ്പിന്റെ അനുഭവത്തിൽ പ്രവേശിക്കുവാനാകുകയില്ല എന്ന് നാം തിരിച്ചറിയണം. ഇപ്പോൾ ആത്മീയമായി അനുഭവിക്കുന്നവർക്ക് താമസം വിന അക്ഷരികമായി ആ മഹാഭാഗ്യാവസ്ഥ ലഭ്യമായി തീരും. കർത്താവ് അത് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനുള്ള വാഗ്ദത്തമാണ് അവൻ നമുക്ക് തന്നേച്ചു പോയത്. ഞാനിരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തും. പ്രിയരെ, ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. നാം ഇവിടെ കർത്താവിനൊപ്പം, കർത്താവിന് വേണ്ടി നമ്മുടെ സമയം, നമ്മുടെ ജീവിതം ഒക്കെ ചിലവഴിച്ചാൽ അക്ഷരികമായി നാം അവിടെ കർത്താവിനൊപ്പം തന്നെ ആയിരിക്കും. ഈ ആഗ്രഹമാണ് പൗലോസിനെ കൊണ്ട് ആ വാക്ക് പറയിച്ചത്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. അത്യുത്തമമായതൊന്നേ ഉള്ളൂ പ്രിയരെ, അത് കർത്താവിനൊപ്പമുള്ള വാസമാണ്. അത് നേടുവാൻ നാം പോരാടുക. കൂടപ്പിറപ്പുകളെ, നാം വിളിക്കപ്പെട്ടവർ, നാം തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്തിനു വേണ്ടി എന്ന് എല്ലാ ദിവസവും നാം ഓർത്തുകൊള്ളണം. കർത്താവിൻ്റെ ആഗ്രഹം നിങ്ങളോടൊപ്പം ഇരിക്കുക എന്നുള്ളതാണ്. അവൻ തൻ്റെ മക്കളിൽ പ്രമോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. നാമും പ്രിയരെ ആഗ്രഹിക്കുക, ശ്രമിക്കുക, അവനോടൊപ്പം ഇരിക്കുവാൻ ഇന്ന് പകലിൽ, തുടർന്നുള്ള നാളുകളിൽ കഴിയട്ടെ. അതിനെനിക്കിടയാകണം, അതിന് ഞാൻ ശ്രമിക്കുന്നു, അതിന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് തീരുമാനിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുവാൻ കഴിയുന്നവർ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്നോടുകൂടി ചേർന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുക. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചന ശ്രദ്ധയോടെ കേൾക്കുവാൻ ഒരു അവസരം കൂടെ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന ഞങ്ങളുടെ മാറ്റമില്ലാത്ത സ്നേഹത്തിനായി, കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ വചനം കേട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, കർത്താവ് ജീവിതത്തിൽ അത്യുത്തമമായ ഒന്നേ ഉള്ളൂ, അത് കർത്താവിനോട് കൂടെ ഇരിക്കുക എന്നുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞു ഇവിടെ ആത്മീയമായി അങ്ങയോട് കൂടെ ഇരിക്കാൻ, കൂടെ നടക്കാൻ ഞങ്ങളുടെ അത്യുത്തമമായ ആഗ്രഹം അക്ഷരികമായി അങ്ങയോട് കൂടെ ഇരിക്കണം, കൂടെ നടക്കണം. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യാവസ്ഥ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായിരിക്കണം എന്നുള്ളതാണ് തിരിച്ചറിവ്. ആ ആഗ്രഹം കർത്താവിൻ്റെ സമർപ്പിച്ച് അതിനെ നിവൃത്തീകരണത്തിന് വേണ്ടി ഇവിടെ വെച്ച് തന്നെ ശ്രമിക്കുവാനും അതിനുവേണ്ടി പോരാടി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിൻ്റെ ഏറിയ കൃപ പകരണമേ. ഇന്നിൻ്റെ അനുഗ്രഹങ്ങൾ, വിടുതലുകൾ കർത്താവേ, നിന്റെ മക്കൾക്ക് അർഹതപ്പെട്ടത്, അവകാശപ്പെട്ടത് ഇന്ന് പകൽ തന്നെ നിന്റെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിറവേറ്റിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദയയ്ക്കായി, കരുണയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ, അനുഗ്രഹം ചൊരിഞ്ഞതിനാൽ നന്ദിയോടെ സ്തോത്രം. അപ്പാ, മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നപ്പ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.